നമ്മുടെ ആദരിക്കുന്ന ചടങ്ങ് അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ വിശിഷ്ടാതിഥികളായി വന്ന ആളുകളെ ഞാൻ കൃത്യമായിട്ടൊന്നും പരിചയപ്പെടുത്തിയിട്ടില്ല. നമ്മളെ വിശ്വനാഥൻ, കുളത്തൂർ ബാബു, അതുപോലെയുള്ള ഈ വന്നിരിക്കുന്ന ആളുകൾ. ഇപ്പോൾ ഈ നാട്ടിലുള്ള ആൾക്കാരെന്ന് നിൽക്കുമ്പോൾ നമുക്ക് തൗരൂരത്തെ കുഞ്ഞാട്ടിയും അതുപോലെ തത്വമസിലെ വാസുവെളിച്ചപ്പാടിനെ അറിയണ്ടാവും. എല്ലാവരെയും ഒന്ന് നന്നായി പരിചയപ്പെടുത്തണം എന്നൊക്കെ ആഗ്രഹിച്ചതാണ്. പക്ഷെ അതിനുള്ള സമയക്രമങ്ങൾ നമുക്ക് പറ്റാതെ പോയി. കുറേ ആളുകൾ വന്നിട്ട് പോയി എന്നാണ് നമുക്ക് കിട്ടിയൊരു റിപ്പോർട്ട്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വൈകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ആദരിക്കൽ ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഞാൻ പേര് വിളിക്കുന്ന ആളുകൾ മുഴുവൻ ആളുകളും ഈ വേദിയിലേക്ക് വന്നിരിക്കണം. ഇനി ആർക്കും പ്രസംഗങ്ങളൊന്നുമില്ല. ഇനി പൊന്നാട് ചാർത്തുക, നമ്മൾ കൊടുത്തുള്ള മെമ്മൻ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അവരെ വിളിക്കുകയാണ്. നമ്മുടെ ഈ സംഘത്തിൻ്റെ കൂടെ ഈ 12 വർഷം പൂർത്തീകരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ യാത്രയിൽ പങ്കെടുത്ത 2 പേരുണ്ട്. ആ 2 പേര് പങ്കെടുത്ത യാത്രയുടെ എണ്ണം എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? 47 തവണയാണ്. അത് പങ്കെടുത്തത് തൗരൂരിലെ ഗോവിന്ദേട്ടൻ, ശോഭിച്ച്. 2 പേരും ഈ വേദിയിലേക്ക് കടന്നു വരും. ഹലോ, ഇവിടെ ഇപ്പോൾ ഗോപാലകൃഷ്ണൻ വിളിച്ച 2 പേർക്ക് ആദരിക്കുന്നതിന് മുമ്പായി ഗോപാലകൃഷ്ണൻ പോലും അറിയാതെ നമ്മളെല്ലാവരും കൂടി ഗോപാലകൃഷ്ണനെ ഒന്ന് ആദരിക്കുകയാണ്. ആ ഉപഹാരം നൽകുന്നതിനായി ഗോവിന്ദേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. തുടരാം. അടുത്തത് നമ്മുടെ ഈ സംഘത്തിലേക്ക് ഒരുപാട് ആളുകളെ നമുക്ക് സെലക്ട് ചെയ്ത് തന്ന ആളുകളുണ്ട്. ഞാൻ അവരുടെ പേരുകളൊക്കെ വായിക്കാം. അവർ വേദിയിലേക്ക് കടന്നു വരും. തങ്കമണി തൃപ്പാലൂർ, ഭാനുമതി കല്ലൂർ, ഹരിദാസ് പാലപ്ര, സാന്ത KP അഞ്ചലംകുളം, തങ്കമണി മറവഞ്ചേരി, ബേബി മറവഞ്ചേരി, ലളിത ചമ്രവട്ടം, ശാന്ത കാട്ടക്കാമ്പാൽ, രേണുക CV, ലളിത പ്രഭാകരൻ, വത്സല CV, തങ്കമണി പാലപ്ര, തങ്കമ്മ മണ്ണിയമ്പലം, സൗമിനി മാമ്പറ്റ അഞ്ചാളുകൾ.
ഭക്ഷണം വയ്ക്കാൻ വന്ന കുറേ ആളുകൾ. അവർക്കൊന്നും നമ്മുടെ സംഘത്തിൻ്റെ അവരുടെ ജോലിക്കനുസരിച്ചൊരു കൂലി നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. അതിൽ സുപ്രധാനപ്പെട്ട ഒരാളാണ് നമ്മളെ ഇംഗ്ലി മണികണ്ഠൻ. അദ്ദേഹത്തിന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി അദ്ദേഹം കിടപ്പിലായി. അപ്പോൾ പുള്ളിക്കിപ്പോൾ വരാൻ പറ്റി വലിയൊരു ഭാഗ്യം. ഓനാണ് ആദ്യം നമ്മുടെ കൂടെ എല്ലാ പരിപാടിക്കും ആദ്യ കാലത്ത് ഭക്ഷണം വയ്ക്കാൻ വന്നത്. പിന്നെ അതിന് ശേഷം വന്ന കുറച്ച് ആളുകളുണ്ട്. അതിലൊരു കുണ്ടുള്ളി പ്രകാശൻ എന്ന് പറയുന്ന അദ്ദേഹം മരണപ്പെട്ടു പോയി. ബാക്കി കുറച്ച് ആളുകളിൽ നമ്മൾ ഈ മണികണ്ഠൻ, ചന്ദ്രൻ CV, മോഹനൻ മാമ്പറ്റ, ചന്ദ്രൻ തവനൂർ, സുനിൽകുമാർ ആലൂർ, ഇത്രയും ആളുകൾ വേദിയിലേക്ക് കടന്നു. പാചക വിദഗ്ധനെ നമ്മൾ പാലാട്ട് മണികണ്ഠനെ ഞാൻ പഠിക്കും. എല്ലാവർക്കും ഞാൻ തന്നെ പറഞ്ഞിട്ടില്ല. പാചകത്തിനുമായി ബന്ധപ്പെട്ട പാലാട്ട് മണികണ്ഠൻ അവരെ ആദരിക്കും. വേദിയിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുക. ഇനി നമ്മുടെ വാഹനം ഇവിടെ അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല. ശരി, നമ്മൾ നിങ്ങൾ കണ്ടിട്ടോ, നമ്മുടെ ദ്വാരക ട്രാവൽസ് ഒന്നാണോ, പിന്നെ നമ്മുടെ CU ഗ്രൂപ്പിൻ്റെ വളാഞ്ചേരിത്തെ വണ്ടി, ഈ 2 വാഹനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാ ഡ്രൈവർമാർക്കും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അവർക്ക് ഓട്ടമാണ്. നാളെ വരുന്ന ശബരിമല വിളക്ക് ദിവസമാണ്. അപ്പോൾ നമുക്കിവിടെ അവരുടെ പ്രതിനിധിയായിട്ട് നമുക്ക് ആളുകൾ മാത്രം കൊടുക്കുകയാണ്. അത് ഒരു പ്രതിനിധി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും നമ്മുടെ വണ്ടിയുടെ ഓണർക്കും വണ്ടിയുടെ മുതലാളിക്കും ഉള്ളതാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ബാക്കി ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു വേദിയിൽ വെച്ച് കൊടുക്കാം, അല്ലാതെ അവർക്ക് വീട്ടിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ശരിയല്ല എന്നൊരു നിർദ്ദേശം വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രതിനിധിക്കുള്ള മെമ്മൻ്റോ കൊടുക്കാനും പൊന്നാട ചാർത്താനും സുമംഗലി ബാബുവിനെ ആദരപൂർവ്വം ക്ഷണിക്കും. വിപിൻ എന്നൊരു ആളോട് വന്നിട്ടുള്ള അദ്ദേഹത്തിനെ നമ്മൾ ആദരിക്കാം. ബാലകൃഷ്ണന് ഒരു സമ്മാനം സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവരത് നൽകുന്നു. ഇനി ഒരു ആളെയും കൂടി നമ്മൾ ആദരിക്കാം. നമ്മുടെ യാത്രയിൽ ഏറ്റവും കൂടുതൽ പ്രായം ചെന്ന ഒരാളുണ്ട്. അദ്ദേഹത്തെ നമ്മൾ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ചമ്മറവട്ടത്തുനിന്ന് അമ്മു എന്ന ആളാണ് ഏറ്റവും കൂടുതൽ പ്രായം ചെന്ന ഒരാൾ. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കും. നമുക്ക് ഒരുപാട് ആളുകൾ, ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ ഈ സംഘത്തിൻ്റെ പ്രവർത്തനം പറഞ്ഞ് നമുക്ക് ഒരുപാട് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമ്മാനങ്ങളൊക്കെ പേരും നമ്പറൊക്കെ ഇട്ട് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഓഡിറ്റോറിയത്തിൽ കടന്നു വരുമ്പോൾ ഒരു സ്ലിപ്പ് തന്നിട്ടുണ്ടായിരുന്നു. ആ സ്ലിപ്പിൽ ഒരു 2 നമ്പറുണ്ട്. ഒന്ന്
ഒരു ചെറിയൊരു നമ്പറും ഒരു കൂപ്പണിലും അത് നിങ്ങളോടൊരു ബോക്സിലിടാൻ പറയണ്ടായിരുന്നു. അപ്പോൾ ആ സമ്മാനങ്ങളിലൊരു നറുക്കെടുപ്പ് നമുക്ക് നടത്തണം. ആ സമ്മാനങ്ങളുടെ വിജയികളുടെ നമ്പർ ഇവിടെ നമ്മൾ എഴുതി വയ്ക്കും. ആ ആളുകൾ കുറേ ആളുകൾ പോയി വന്നിട്ടുണ്ട്. ആ എല്ലാ ആളുകൾക്കും സമ്മാനം ഇവിടെ തന്നെ നിങ്ങൾ വാങ്ങണം. നമുക്കത് കഴിഞ്ഞിട്ട് ഭക്ഷണത്തിന് പിരിയാം. അത് ഭക്ഷണത്തിന് മുന്നേ നടത്തണമെന്നായിരുന്നു ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കത് കഴിഞ്ഞാൽ ഒരു നന്ദി പ്രേമവും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികൾ തീരും. ഞാൻ ആ സ്ഥാപനങ്ങളുടെ പേരൊന്ന് വായിക്കാം. നോവ ഗോൾഡൻ ഡയമണ്ട്സ് നടുവട്ടം എടപ്പാള്, കവിത ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി, അയ്യൻ കൺസ്ട്രക്ഷൻ കമ്പനി തൃപ്പാലൂര്, അതിൻ്റെ ഉടമസ്ഥൻ രാജേഷാണ്. അതായത് നിങ്ങൾക്ക് പരിചയമുണ്ടാവും. അദ്ദേഹം നിങ്ങൾക്ക് 8 സമ്മാനങ്ങളാണ് തന്നിട്ടുള്ളത്. ആ 8 എണ്ണത്തിലും 8 നറുക്കെടുത്തിട്ട് 8 പേർക്കായിട്ട് നിങ്ങൾക്ക് തരും. അത് അദ്ദേഹത്തിൻ്റെ കൈയോടെ നിങ്ങൾക്ക് തരും. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് നമ്മൾ ഈ പരിപാടി. മറ്റൊന്ന് സൂറത്ത് ടെക്സ്റ്റൈൽസ് നമുക്കൊരു സമ്മാനം തന്നിട്ടുണ്ട്. പിന്നെ ഫാത്തിമ സൂപ്പർ മാർക്കറ്റ് തവനൂര് അവരൊരു സമ്മാനം തന്നിട്ടുണ്ട്. പിന്നെ തവനൂരിൽ നമ്മുടെ ഗീത ഡോക്ടർ, നിങ്ങൾക്കറിയും നമ്മുടെ ഗീത ഡോക്ടർ 2 സമ്മാനം നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ആ 2 സമ്മാനം അടക്കം നമുക്ക് 15 എണ്ണത്തിൽ നറുക്കെടുക്കുകയാണ്. ആ കർമ്മത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു കുട്ടികൾ ഈ സ്റ്റേജിലേക്ക് കയറി വന്നാൽ നമുക്ക് ആ നറുക്കെടുപ്പ് നടത്താം. ഇനി ആരെങ്കിലും സ്ലിപ്പിടാൻ ബാക്കിയുണ്ടോ? ഞാൻ ആ ചെറിയ സ്ലിപ്പാണ് ഇടാൻ പറയും. പലരും വേറെ സ്ലിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി എങ്ങനെയൊക്കെ നറുക്കെടുക്കാന്ന് അറിയില്ല. ഒരെണ്ണം എടുക്കട്ടെ, ഒന്ന് പിടിച്ചു. നോവ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നറുക്കെടുക്കാണ്. ഒന്ന് എടുക്കുന്നുണ്ട്, ഒരാളൊന്ന് എടുക്കും. നോക്കുന്ന വേണ്ട, നിർത്തും. 142 നമ്പർ. അവിടെ ഉണ്ടായാൽ മതി. 142. അടുത്തോട്ട് കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ സമ്മാനത്തിന്റെ നറുക്കെടുപ്പാണ്. 54. കവിത ഗോൾഡൻ നമ്മൾ 2 പ്രൈസാണ്. 33. അവിടെ നിന്നോളൂ. അടുത്തത് അയ്യൻ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ 8 നറുക്കെടുപ്പാണ്. അതിൽ ഓരോന്നും എടുക്കും. ഇത് ഈ സ്ലിപ്പാണ് ഇട്ടുള്ളത്. ഈ സ്ലിപ്പിന്റെ ബാക്കി കയ്യിലുണ്ടാവണം. 51 നമ്പർ. ഈ സ്ലിപ്പായിട്ടുള്ളത് മറ്റേ സ്ലിപ്പുകൾ കയ്യിലുണ്ടാവണം കേട്ടോ. അത് കൊണ്ടുവന്നാലേ സമ്മാനം കിട്ടുള്ളൂ. അയ്യൻ കൺസ്ട്രക്ഷന് 3ാമത്തെ സമ്മാനത്തിനാണ്. 115. ഇത് കയ്യോടെ കൊടുത്താൽ നമ്മുടെ പരിപാടി കഴിയും. ഒരു നന്ദി പ്രമേയം കൂടി നമുക്ക് ബാക്കിയുണ്ട്. 211. എൺപത്തൊമ്പത്. അയ്യൻ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ 160.
അയ്യൻ കൺസ്ട്രക്ഷൻ കമ്പനി 2 സമ്മാനം കൂടെ ഉണ്ട്. 177. അയ്യൻ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ 8ാമത്തെ നമ്പർ 126. അപ്പോൾ 8 നറുക്കെടുപ്പ് അദ്ദേഹത്തിന് കഴിഞ്ഞു. അടുത്ത സൂറത്ത് ടെക്സ്റ്റൈൽസിന്റെ പേരിൽ ഒരു കൂപ്പുണ്ട്, അതാണ് എടുക്കുന്നത്. അല്ലല്ല, 3 പോക്കറ്റിൽ നിന്നുള്ള എടുത്തായിരുന്നു. 173. ഈ ആളുകളൊക്കെ ഇവിടെ ഉണ്ടാവണം. ഈ നമ്പർ വിളിക്കുമ്പോൾ നിങ്ങളെ കയ്യിലുള്ള സ്ലിപ്പായിട്ട് കേൾക്കണം. 97. ഫാത്തിമ സൂപ്പർ മാർക്കറ്റിന്റെ പേരെടുത്ത നമ്പറാണ് 97. അടുത്തത് തവനൂർ. നമ്മൾ ഗീത ഡോക്ടർ 2 സമ്മാനം തന്നിട്ട് അതിലത്തെ 206 ഒന്നാമത്തത്. ഒരെണ്ണം കൂടെ ഉള്ളത് ഗീത ഡോക്ടറുടെ പേരുള്ളത് ഒരു നടക്കാൻ കൂടി 208. അപ്പോൾ നറുക്കെടുപ്പ് കഴിഞ്ഞു. ഈ നമ്പറിലുള്ള ആളുകളെ വിളിക്കുകയാണ്, അവരെ വേദിയിലേക്ക് കയറുന്നു വരും. നമ്മൾ കഴിഞ്ഞ നന്ദി പ്രമേയം കൂടി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കൃത്യം 2 മണിക്ക് നമ്മൾ അവസാനിക്കും. 142. നോവ ഗോൾഡൻ ഡയമണ്ട്സിന്റെ സമ്മാനം കിട്ടിയ 142. ആരാ? 142. കവിത ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി 54. കടന്നു വരും. നൂറ്റി 142 സ്റ്റേജിലേക്ക് വരിക. 54 വരിക. പിന്നെ 33 നമ്പർ കിട്ടിയ ആള് സ്റ്റേജിലേക്ക് വരിക. 51 നമ്പർ കിട്ടിയ ആള് സ്റ്റേജിലേക്ക് വരിക. 78 കിട്ടിയ ആള് സ്റ്റേജിലേക്ക് വരിക. 115. അതായിക്കോട്ടെ, അത് 100 കൊടുക്കുന്നു. അടുത്ത നമ്പർ അയ്യൻ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നമ്പർ ആണ് വിളിക്കുന്നത്. 51. രാജേഷ് വേദിയിലേക്ക് കടന്നു വരും. 51. 78 ആരാ? വേഗം വരൂ. 78. 115. 78, 115, 211. എല്ലാവരും പോയോ? ഇത് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാണ്. നമ്മൾ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതാണ് ഇല്ലേ? ആ കാർഡ് വെട്ടുവാൻ വരും. മാറ്റി 115. ആരെല്ലാം 211. 89. എവിടെ 97? 97. നമ്മുടെ എൺപത്തൊമ്പത് 160.
208 അവിടെ പോയി. ഇത് 208 കൊടുത്തു. ഒരു വിഷയം ഈ നമ്പർ വിളിച്ച ആളുകൾ ആരും ഇല്ല ഇവിടെ. ഒന്ന് കടന്ന് ഒന്നിനും വിളിച്ചു. കൊടുക്കും. 206 ഉണ്ട്. 206 173 126 177 160 കൂപ്പറടക്കല്ലേ മോനാടിച്ചല്ലേ. ഞാനുണ്ടോ നമ്പർ വിളിച്ചൊരു 177 അതാ 170. നീ 89 ഉണ്ടോ? 89 54 142 ഈ 3 നമ്പറാണ് ഞാൻ പറയുന്നത്. നമ്മളിനി ലാസ്റ്റ് ചടങ്ങ് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതിപ്പോൾ ഞാൻ തന്നെ ചെയ്യണം. എല്ലാവരും പോയി കഴിഞ്ഞു. ആദ്യം നമ്മുടെ പ്രോഗ്രാമിന് ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്ത് ഉദ്ഘാടന പ്രസംഗം നടത്തിയ നമ്മുടെ തെക്കിനടുത്ത് കൃഷ്ണതമ്പരിപ്പാടിന് ഉള്ള കടപ്പാട് നന്ദിയും അദ്ദേഹത്തോട് രേഖപ്പെടുത്തുകയാണ്. അതേപോലെ പോകുമ്പോൾ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാം, അടുത്ത തീർത്ഥയാത്ര പോകുന്നുണ്ടെങ്കിൽ ഗോപാലൻ എന്നെ വിളിക്കണം. അപ്പോൾ അത് ഭയങ്കര സൗകര്യം പോലെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. രണ്ടാമത് ക്ഷേത്ര അനുഷ്ഠാന പാഠശാല എന്ന വിഷയത്തിൽ കുറച്ച് നേരമെങ്കിലും നമ്മളോട് സംസാരിച്ച, അദ്ദേഹത്തിന് ആ സമയം പോരാ, കുറച്ച് നേരമെങ്കിലും നമ്മളോട് സംസാരിച്ച PN രാജഗോപാൽ എന്ന അദ്ദേഹത്തോടുള്ള നന്ദി നമ്മൾ ഈ സംഘം രേഖപ്പെടുത്തുകയാണ്. പിന്നീട് വന്നത് നമ്മളെ വിശിഷ്ട അതിഥികളാണ്. നമ്മൾ വിശേട്ടൻ, കൊളത്തൂരിലെ ബാബേട്ടൻ, അത് കഴിഞ്ഞ് നമ്മൾ തത്വമസി കാലടി വിളക്ക് സംഘത്തിൻ്റെ വാസു വെളിച്ചപ്പാട്, അത് കഴിഞ്ഞ് കല്ലൂർ രാമചന്ദ്രൻ, കാടമന
വില്ലത്ത് ഹരിദാസ ഭ്രാതരി, മറവഞ്ചേരിയിലെ കൃഷ്ണകുമാർ തിരുമേനി, തവനൂരിലെ കുഞ്ഞേട്ടൻ, പേരശ്ശൂർ ഗോപാലേട്ടൻ, നമ്മൾ കൊല്ലോടിയിലെ അർജുൻ, എല്ലാവരോടുള്ള നന്ദി നമ്മൾ രേഖപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കമ്മിറ്റിയിൽ 13 പേര് അംഗങ്ങളായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അതിലുള്ള കമ്മിറ്റി അംഗങ്ങളോട് ഈ സംഘത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഓഡിറ്റോറിയം, നമുക്ക് ഈ ഓഡിറ്റോറിയം ഈ ഒരു ദിവസത്തേക്ക് തരുന്ന ദിവസം 2023 ഒക്ടോബർ മാസം 24-ാം തീയതി ഇവിടെ ചേർന്നൊരു യോഗത്തിലാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ പരിപാടി നടത്താൻ കിട്ടില്ല. അപ്പോൾ അടുത്ത സമയത്തിനുള്ളിൽ നാളത്തെ വിവാഹത്തിന് വേണ്ടി നമുക്ക് ഓഡിറ്റോറിയം ഒഴിവാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഈ പരിപാടികൾ നടത്തി ആ സുമംഗലിയിലെ ബാബുവിനോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. പിന്നെ സൗണ്ട് സിസ്റ്റം തുടക്കത്തിൽ നമുക്ക് അതിൻ്റെ കൃത്യമായിട്ട് അറിയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അനുശോചന പ്രസംഗമൊന്നും ആരും കേട്ടില്ല, ആരെ പറഞ്ഞെന്ന് നമ്മൾ അറിയില്ല. അപ്പോൾ അനുശോചന പ്രമേയം നടത്തിയപ്പോൾ അത് കേട്ടില്ലെന്ന് പലരും എന്നോട് പരാതി പറഞ്ഞു. എന്തായിരുന്നാലും സൗണ്ട് സിസ്റ്റം നമുക്ക് തന്ന രചന ബാബയോടുള്ള നന്ദി രേഖപ്പെടുത്തിയാണ്. പിന്നെ ബാനറുകൾ നമ്മൾ 3 ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുണ്ട്. 3 ഫ്ലക്സ് ബോർഡ്, ഒന്ന് IN കൺസ്ട്രക്ഷൻ കമ്പനി തൃപ്പാലൂർ, സിനു ഗ്രൂപ്പ് വളാഞ്ചേരി വലിയകുന്ന്, പിന്നെ ഐറോക്ക് മ്യൂസിക് സ്കൂൾ എടപ്പാൾ. അങ്ങനെയാണ് 3 പേര് നമുക്ക് ഫ്ലക്സ് തന്നത്. അവരോടുള്ള നന്ദി നമ്മൾ രേഖപ്പെടുത്തുകയാണ്. പിന്നെ പൂർണ്ണകുംഭം, ഇത് നമുക്കറിയില്ല എങ്ങനെയാണ് അത് തയ്യാറാക്കുക എന്നുള്ളത്. അത് നമുക്ക് തയ്യാറാക്കി തരുന്നത് നമ്മുടെ തിരുമേനിയാണ്, നമ്മളെ ഹരിദാസ ഭ്രാതരിയാണ്. അദ്ദേഹത്തിനുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ സമ്മാനങ്ങൾ തന്നു, നമുക്ക് സമ്മാനങ്ങളെ കുറിച്ച് തന്നു. ആ സമ്മാനങ്ങൾ തന്ന സ്ഥാപനങ്ങളുടെ പേര് ഞാൻ നേരത്തെ വായിച്ചു. ആ മുഴുവൻ സ്ഥാപനങ്ങൾക്കും, പ്രത്യേകിച്ച് രാകേഷ്, അദ്ദേഹത്തിനോട് ഞാൻ 2 സമ്മാനത്തിൽ തന്നാൽ മതി, ഗോപക്ഷേട്ടൻ ഞാൻ നോക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം 8 സമ്മാനമാണ് നമുക്ക് തന്നത്. അത് ആർക്കൊക്കെ കിട്ടാത്ത ആളുകളുണ്ട്, അവർക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ അദ്ദേഹത്തോടുള്ള നന്ദി നമ്മൾ രേഖപ്പെടുത്തുകയാണ്. പിന്നെ മെമൻറ്റോ, നമ്മളിപ്പോൾ ഇവിടെ കൊടുത്ത മെമൻറ്റോ ഒക്കെ സംഘം തയ്യാറാക്കിയതാണ്. പക്ഷേ അതിൽ 10 മെമൻറ്റോയ്ക്ക് നമുക്കൊരു എമൗണ്ട് ഒരാൾ തന്നിട്ടുണ്ട്. അത് നമ്മുടെ വിശ്വാസ് എന്ന ഒരു ടെക്സ്റ്റൈൽസും ലേഡീസ് ടൈലറിംഗ് നടക്കുന്ന സ്ഥാപനം നടത്തുന്ന വിശ്വനാഥൻ കമല ദമ്പതിമാരാണ്. അവരോടുള്ള നന്ദിയും നമ്മൾ രേഖപ്പെടുത്തിയാണ്. പിന്നെ വാദ്യം, നമുക്കൊരു 3 ചെണ്ടയും ഒരു താളവുമായിട്ട് എൻ്റെ ഏട്ടൻ തന്നെയാണ് തയ്യാറാക്കി കൊടുത്തത്. അദ്ദേഹത്തോടുള്ള നന്ദിയും രേഖപ്പെടുത്തുകയാണ്. പിന്നെ ക്ഷണക്കത്ത്, നമുക്കൊരു ക്ഷണക്കത്ത് പ്രിൻ്റ് ചെയ്ത് തന്നിട്ടാണ്. നമ്മുടെ സംഘത്തിൻ്റെ പ്രോഗ്രാമിന് വേണ്ടി 4 തവണ പ്രോഗ്രാം നോട്ടീസ് അടിച്ചു തന്ന വ്യക്തിയാണ് നമ്മളെ ഹോട്ടൽ വൃന്ദാവൻ കുറ്റിപ്പുറം. അദ്ദേഹത്തിനൊരു മെമോൻ്റോയും മറ്റും തയ്യാറാക്കി, അദ്ദേഹത്തിന് വരാൻ സാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തോടുള്ള നന്ദി നമ്മൾ രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഭക്ഷണം, നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളും ആളുകളും തന്നെയാണ് ഭക്ഷണം തയ്യാറാക്കിയിട്ടുള്ളത്. ആ ഭക്ഷണം തയ്യാറാക്കിയുള്ള സുഹൃത്തുക്കളോട് നന്ദി പറയുകയാണ്. എല്ലാവർക്കും നമ്മുടെ ഈ പ്രോഗ്രാം വിജയിപ്പിക്കാൻ വേണ്ടിയും ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കൂടെ വന്നവരും ഒരു യാത്ര പോലെ, എൻ്റെ കൂടെ ഒരു തീർത്ഥയാത്ര പോലെ തന്നെയാണ് നിങ്ങളെല്ലാവരും ഈ 13 നടക്കുന്ന ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുള്ളത്. അവരൊരുപാട് ആളുകളെ ഇന്നും ഒരു യാത്രയ്ക്ക് കൊണ്ടുപോകുന്ന പോലെയാണ് ഈ പരിപാടിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അവരാരും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ പരിപാടി അവസാനിപ്പിക്കാൻ പോവുകയാണ്. കൂട്ടത്തിൽ നമ്മൾ ഇന്നൊരു ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്ക് നമ്മൾ ഗിരീഷേട്ടൻ വളാഞ്ചേരിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം നമുക്ക് വേണ്ടി ഒരു വലിയ സഹായം ചെയ്തിട്ടാണ് നമുക്ക് ഇതെല്ലാം എടുത്ത് നമുക്കിത് എഡിറ്റ് ചെയ്ത് നമുക്കിത് മൊത്തം പരിപാടി ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ തയ്യാറാക്കി തരും. നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. അതിനുവേണ്ടി അദ്ദേഹം അതിന് വേണ്ട എല്ലാ ഏർപ്പാടും ചെയ്യാറുണ്ട്. അദ്ദേഹത്തോടുള്ള നന്ദിയും നമ്മൾ ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. ഇനി കുറച്ച് ആളുകൾക്ക് മെമൻറ്റോ കൊടുക്കേണ്ടതുണ്ട്, കുറച്ച് ആളുകൾക്ക് സമ്മാനം കൊടുക്കേണ്ടത് അവർക്ക് കൃത്യമായി കൊടുക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ 2 മണിക്ക് അവസാനം 2:20 അപ്പോൾ അധ്യക്ഷൻ തന്നെ ഈ യോഗ നടപടിയിൽ അവസാനിച്ചാന്ന് പറയും. ഞാൻ നന്ദി പ്രമേയം കഴിഞ്ഞ് അവസാനിപ്പിക്കും. താഴെ ഹാളിൽ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇവിടെയുള്ള എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ. എല്ലാവരും താഴേക്ക് ഹാളിലേക്ക് ചെല്ലുക.